നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം മുഖ്യമന്ത്രി വിശദമായി അക്കമിട്ട് ഓരോന്നിനും ഇത്ര കോടി രൂപയെന്ന് ഇന്ന സ്കീമിലൂടെയാണെന്ന് ഒക്കെ വിശദീകരിച്ചല്ലോ. അതെല്ലാം നടക്കുമെങ്കിൽ നല്ല കാര്യമാണ്. അതൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന് ഓരോന്നിനും ഇത്ര കോടി രൂപ മുടക്കി ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ ഒരു ആകത്തുക പറഞ്ഞു. പക്ഷെ ആ പ്രോജക്റ്റിനെ പറ്റി ഇനി ചെറുവിടം ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്തിരംഗമായിട്ടുള്ള കോൺഫറൻസുകളും ചർച്ചകളും അതുപോലെ സംഗമങ്ങളും ഇനിയുമുണ്ട്. അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ചേർക്കാനുണ്ടെങ്കിൽ ചേർക്ക്, അതിൽ മാറ്റാനുണ്ടെങ്കിൽ മാറ്റിയിട്ട് അത് കുറ്റമറ്റ രീതിയിൽ ആ പ്രോജക്റ്റ് കൊണ്ടുവന്ന് നടപ്പാക്കാനുള്ള ഒരു അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ളൊരു സമീപനമാണ് മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. അല്ല അടിച്ചേൽപ്പിക്കലല്ലോ. അതിനുണ്ട് നമ്മൾ സഹകരിക്കുക. തുടക്കം നന്നായത് അതിഗംഭീരം. ഇനി പ്രവൃത്തിയും കൂടെ ഗംഭീരമായാൽ മതി. എല്ലാവരും കൂടെ ചർച്ച ചെയ്യുമ്പോൾ ജനാധിപത്യത്തിൻ്റെ എല്ലാ സീമകൾക്കും കുറേ ജനാധിപത്യം കൂടിപ്പോയില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എല്ലാ വിഭാഗക്കാരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് പ്രോജക്റ്റ് തയ്യാറായെന്ന് പറഞ്ഞാൽ സാധാരണ ആരും അത് ചെയ്യാറില്ല. ഉദ്യോഗസ്ഥന്മാരല്ലേ പ്രോജക്റ്റ് തയ്യാറാക്കുന്നത്. ഇതങ്ങനെയല്ല. എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് പ്രോജക്റ്റ് നടപ്പാക്കാനുള്ള ഒരു ജനകീയ മുഖമാണ് നമ്മളിന്ന് ഈ സന്നിധി കണ്ടത്, അയ്യപ്പൻ്റെ സന്നിധി കണ്ടത്. ഉണ്ട്. എന്നെ ക്ഷണിച്ചിട്ടില്ല. അവർ എന്നെ കണ്ടിരുന്നു, ചില്ലങ്കേരി ഉൾപ്പെടെ. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ നടത്തുന്നത്? ഒന്നിപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം. അവർ പറഞ്ഞു ഇവിടെ ഇത് നടത്തുന്നത് അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, നല്ല കാര്യം തന്നെ. പക്ഷേ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത്, ആ കേസ് ഞങ്ങളൊക്കെ ഒരുപാട് പേര് പ്രതികളാണ്. എത്ര കൊല്ലമായി ആ കേസും കൊണ്ട് ഞങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതികളെ പ്രവേശിപ്പിക്കണമെന്നുള്ള ആ അഫിഡവിറ്റ് തിരുത്തണം. ഞാൻ ചോദിച്ചു, തിരുത്തണമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്തിനാണ്? തിരുത്തിയതിന് തുല്യമാണല്ലോ ഇപ്പം. കഴിഞ്ഞ പ്രാവശ്യം ആ അഫിഡവിറ്റ് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ ഗവൺമെൻറ്റിന് കിട്ടിയല്ലോ. കഴിഞ്ഞിട്ട് 4-5 കഴിഞ്ഞില്ലേ ഇവിടെ ഉൾക്കൊണ്ട് അവർ പിന്നെ നടപ്പിലാക്കിയില്ലല്ലോ. അപ്പോൾ അവരത് ഉൾക്കൊണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതിന് വേണ്ടി എന്തിനാ പ്രശ്നം നടത്തുന്നത്? പിന്നെ കേസ് പിൻവലിക്കണം, അത് ന്യായമാണ്. അത് കേസ് പിൻവലിക്കണമെന്നുള്ള അഭിപ്രായം ഞാനും പറഞ്ഞവരാണ്. അപ്പോൾ അത് രണ്ടും ചെയ്താലേ അവർക്ക് സഹകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു. അതെ, അത് കേസ് പിൻവലിക്കേണ്ട ന്യായമായ ആവശ്യമാണ്. കാരണം മാത്രമല്ല, അന്നെല്ലാം ചില പ്രലോഭനങ്ങൾക്കും പ്രേരണകൾക്കും വശന്മാരായിട്ട് കുറേ നിരപരാധികളും പോയി വീണിട്ടുണ്ടപ്പാ. അതൊക്കെ സർക്കാർ കരുണാരൂപമത്തിൽ കരുണയോടുകൂടി അതെല്ലാം പിൻവലിക്കുന്നത് നന്നായിരിക്കും. അത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിയോജിപ്പുകളുണ്ടെങ്കിൽ പോലും എല്ലാവരും സഹകരിക്കുന്നതല്ലായിരുന്നോ നല്ലത്? വിയോജിപ്പുകളുണ്ടായിരുന്നെങ്കിലും എല്ലാവരും സഹകരിക്കുന്നതല്ലായിരുന്നോ നല്ലത്? അത് ആ ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ, എനിക്കത് പറയാനല്ലോ.